ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു മാംഗോ ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സി ജാറിലിട്ട് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പാൽ പതുക്കെ ഒന്ന് ഫ്രീസ് ചെയ്തിട്ടുള്ള പാലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുത്താലും കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ പതുക്കെ ഫ്രീസ് ആയിട്ടുള്ള പാലെടുക്കുകയാണെങ്കിൽ നല്ല ക്രീമി ടെക്സ്ചർ ഐസ്ക്രീമിന് കിട്ടും. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നല്ല പഴുത്തിട്ടുള്ള മാമ്പഴം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് 5-6 മാമ്പഴമുണ്ട്. ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് 2-3 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുത്തിട്ടുള്ള മാമ്പഴമാണ് കേട്ടോ. നേരത്തെ പതുക്കെ ഫ്രീസ് ആയിട്ടുള്ള പാൽ ആഡ് ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ ഫ്രീസ് ആയിട്ടുള്ള മാമ്പഴം ആഡ് ചെയ്താലാണ് നല്ലൊരു ക്രീമി ടെക്സ്ചർ ഐസ്ക്രീമിന് കിട്ടുകയുള്ളൂ. ഇനി അതിലിട്ട് ടേസ്റ്റ് അനുസരിച്ചുള്ള പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഇത് മിക്സി ജാറിലിട്ട് നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്ത മിക്സ്ചറിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. കുറേ മിക്സി ജാറിൽ ഒന്നിച്ചിട്ട് അടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. ഇനി അതിലായിട്ട് കുറച്ച് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ അമൂലിയുടെ 10 രൂപയുടെ പാൽപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും മിക്സി ജാറിലിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നേരത്തെ മാറ്റി വെച്ച മിക്സ്ചറും മിക്സി ജാറിലിട്ട് നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രീസ് ചെയ്തിട്ടുള്ള പാലും മാമ്പഴവും ആഡ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന മിക്സ്ചറും നല്ല ക്രീമി ആയിട്ടാണ് കേട്ടോ ഉള്ളത്. ഇനി നമുക്കത് ഫ്രീസ് ചെയ്യാനായിട്ട് പാത്രങ്ങളിലേക്ക് മാറ്റാം. നിങ്ങൾ അടപ്പില്ലാത്ത പാത്രം ഫ്രീസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും സീലിംഗ് കവറോ ക്ലിംഗ് റാപ്പോ വല്ലതും യൂസ് ചെയ്തിട്ട് അതിന് മുകൾ ഭാഗം ഒന്ന് അടച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു ഫുൾ ഓവനായിട്ട് ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം. അതുപോലെ തന്നെ ഫ്രീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മുകളിലിട്ട്, അതായത് നമ്മൾ ആ പൗഡർ ചെയ്യുന്ന മിക്സ്ചറിൻ്റെ മുകളിലിട്ട് ഇപ്പോൾ ഒരെണ്ണത്തിൽ ചെയ്തേക്കുന്ന പോലെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ എന്തെങ്കിലും ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മാംഗോയുടെ തന്നെ കട്ട് പീസസും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ബൈ.